ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗെയ്സ് കുറച്ച് ദിവസത്തേക്ക് ശേഷം വീണ്ടും നമ്മളിതാ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നോമ്പുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ നോമ്പുണ്ട്, മക്കൾക്ക് എനിക്കൊക്കെ ഉണ്ട്. നമ്മൾ 3 പേരേ ഉള്ളൂ. അക്കു ഇവിടെ ഇല്ല. അക്കു നിജാസിൻ്റെ വീട്ടിലാണ്. ഒരാഴ്ചയായിട്ട് ഒരാഴ്ച കൂടുതലായി നിജാസിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെയാണ്. റയ്യാനും ജുമാനായും മാത്രമേ ഉള്ളൂ, പിന്നെ ഞാനും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നോമ്പുണ്ട്. പിന്നെ എന്താണ് അവർക്ക് എക്സാമൊക്കെ നടക്കുന്നത്. പിന്നെ വേറെ എന്തുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നല്ല ചൂടുണ്ട് പുറത്ത്. ഫസ്റ്റ് നോമ്പിന് നല്ല മഴയും തണുപ്പൊക്കെ ആയിരുന്നു. അപ്പം നോമ്പ് അറിയുന്നതേ ഇല്ല. പക്ഷേ പിന്നെ രണ്ടാമത്തെ തൊട്ടിട്ട് നല്ല ക്ഷീണമുണ്ട്, നല്ല വെയിൽ, ചൂടെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ വയ്യ. ഞാനിപ്പോൾ ഇതാ പുറത്ത് പോയിട്ട് വന്നേ ഉള്ളൂ. നിജാസിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് വന്നതേ ഉള്ളൂ. നല്ല ചൂട്, ക്ഷീണിച്ചു പോയി. അതാണ് മുഖമൊക്കെ വല്ലാതിരിക്കുന്നത്. കാരണം രാവിലെ ഒന്ന് പോയപ്പോൾ അക്കുനെ ഒന്ന് കാണണമായിരുന്നു, പിന്നെ ചക്കരയെ കാണണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ടൊക്കെ അങ്ങോട്ട് പോയി. അങ്ങനെ പോയിട്ടൊക്കെ ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഭയങ്കര ചൂട്. നോമ്പായിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, ക്ഷീണവും ഭയങ്കര വെയിൽ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതുപോലെ തന്നെ ഞാനൊരു കാര്യം മറന്നുപോയി പറയാനായിട്ട്. അപ്പം മാർച്ച് 2-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. അപ്പോൾ ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം താങ്ക്സ്. നിങ്ങളുടെ എല്ലാവരുടെയും ദുആയും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ ഒത്തിരി പേര് എനിക്ക് യൂട്യൂബിൽ വിഷ് ചെയ്തിട്ടുണ്ട്, വാട്സപ്പിലായാലും ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം താങ്ക്സ്. നോമ്പ് ഫസ്റ്റ് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ മക്കളെ പഠിത്തമൊക്കെ ആയതുകൊണ്ട്, അതായത് മൊബൈലിൽ ക്ലാസ്സും നോട്ട്സൊക്കെ കണ്ടിട്ടാണ് അവർ പഠിക്കുന്നതൊക്കെ. അപ്പോൾ ഒരാൾ ലാപ്ടോപ്പിൽ ഒരാൾ മൊബൈലിൽ, അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ പിന്നെ അവരെ ഡിസ്റ്റർബ് ചെയ്യാനോ ഒന്നിനും പോകില്ല. അവർ ക്ലാസ് കാണട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ടൊക്കെയാണ്. അല്ലാതെ വീഡിയോസൊക്കെ ഇടണമെന്നും പിന്നെ കുറേ കുക്കിംഗ് വീഡിയോസൊക്കെ ഇടണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് സമയം പോലെയൊക്കെ ഇടാം. പിന്നെ നമ്മളെ വിശേഷങ്ങളും ഇഫ്താർ വിശേഷങ്ങളും അതുപോലെയൊക്കെ ഉള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ. ഓക്കെ. ഇസ്ലാം ടെൻഷനൊന്നും അടിക്കാതിരുന്ന് എഴുതണേ എക്സാം. അങ്ങനെ മോള് പോയിട്ടുണ്ട്. മോൻ പോകാനായിട്ട് ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നേ ഉള്ളൂ. ആൾ പോകുന്നത് വരെ ഇരുന്ന് പഠിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. പിന്നെ ഇപ്പോൾ ഫ്രഷായിട്ട് പോകാനായിട്ടൊക്കെ ഇങ്ങനെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ടെൻഷനുണ്ട് കേട്ടോ, അവർക്ക് എക്സാമിനെ കുറിച്ചിട്ട്, SSLC. അപ്പോൾ അവർ അത്രയും ടെൻഷൻ അടിച്ചിട്ടാണ് ഇരിക്കുന്നത്. വീണ്ടും പോകാൻ നേരത്ത് വീണ്ടും നോക്കിയിട്ട് എന്തൊക്കെയോ പഠിക്കുകയാണ് കേട്ടോ. ടൈമായി, പോകാൻ സമയമായി, എങ്കിലും പോവാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ എന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. അപ്പം വാച്ചൊക്കെ എടുത്തു കൊടുത്തപ്പോൾ സ്മാർട്ട് വാച്ചൊന്നും കെട്ടിക്കൂടാ, അപ്പോൾ അല്ലാത്ത വാച്ചാണ് കെട്ടിക്കൊണ്ട് പോകുന്നത്. പിന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇഫ്താറിന് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ വാങ്ങിച്ചിട്ടുണ്ട്. മീൻ ചൂരയും കൊഴിയാളയാണ് കേട്ടോ. അപ്പോൾ മീനും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇടയത്താഴത്തിനൊക്കെ ചോറാണ്. കാപ്പി അങ്ങനെ ഉണ്ടാക്കത്തില്ല. കാപ്പി ഉണ്ടാക്കുമെങ്കിലും മക്കൾക്ക് കാപ്പിയാണ് ഇഷ്ടം. എനിക്ക് ചോറ് കഴിച്ചിട്ട് കിട്ടുള്ളൂ. എനിക്ക് കാപ്പി ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് മീൻ ഫ്രൈയും ചോറും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് മീൻ വേണം. പിന്നെ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ പുഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ് കുറച്ച് സാധനങ്ങൾ. പിന്നെ പാല്, ഇതൊക്കെയുള്ളൂ. പിന്നെ ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, എന്തോ ഒരു സംഭവം ജെല്ലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തെങ്കിലും സലാഡോ എന്തെങ്കിലും പുഡിങ്ങൊക്കെ ഉണ്ടാക്കി അതിൽ കൂടി ചേർക്കാമെന്ന് വെച്ചിട്ട് വാങ്ങിയതാണ്. മാംഗോ പുഡിങ്ങും പിന്നെ വേറെന്തോ സംഭവം കൂടി. അങ്ങനെ അതൊക്കെ വാങ്ങി. അപ്പോൾ ഇനി ഇഫ്താറിൻ്റെ ടൈമിൽ എല്ലാം ഉണ്ടാക്കണം. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ മക്കൾ വരുമ്പോൾ എല്ലാവർക്കും നോമ്പുള്ളത് കൊണ്ടിട്ട് ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് ശേഷം മാത്രമേ കിച്ചണിൽ കയറത്തുള്ളൂ. അപ്പോൾ അതുവരെയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമസ്കരിച്ച് ഓതിയും വേറെ എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും വീട്ടിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെ നമ്മുടെ കിച്ചണിൽ ജോലിക്ക് കയറിയിട്ടുണ്ട്. മീൻ കറിയും മീൻ ഫ്രൈ ഒക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഞ്ഞി ഉണ്ടാക്കാൻ പോകുന്നത്, അതായത് നല്ല മഞ്ഞക്കഞ്ഞി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല പച്ചരിയാണത്, നല്ല അയ്യാറത്തിൻ്റെ നല്ല അടിപൊളി പച്ചരിയാണ്. അപ്പോൾ ഇതിട്ടിട്ടാണ് നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, കഞ്ഞിക്ക് നല്ല പച്ചരി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇങ്ങനെ ഉലുവയും ജീരകമാണ്. ഉലുവ, ജീരകം. പിന്നെ ഇതിൽ എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നുണ്ടിരിക്കും. പച്ചമുളക്, വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് പൊടി ഇട്ട് അരിച്ചിട്ട് നല്ല ടേസ്റ്റാണ്, കഞ്ഞിക്ക് ടേസ്റ്റ് കൂടും. പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ ഓൾറെഡി ഇതിലൂടെ അരിഞ്ഞിട്ട് കുക്കറിൽ വേവിക്കും. അപ്പോൾ സവാള 2 അരിഞ്ഞിടും. നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ പിന്നെ അതുകൊണ്ടിട്ടാണ് ഞാൻ ക്ലിയറായിട്ട് വ്യക്തമായിട്ട് എടുക്കാത്തത്.
ഒരുപാട് തക്കാളി ഉണ്ടായിരുന്നു, പക്ഷേ ഇതാ കുറച്ചുള്ളൂ. എല്ലാം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് കേടായിട്ട് പോകും. നല്ല തക്കാളി, നല്ല ഫ്രഷ് തക്കാളി നമ്മളെ പാടത്തുണ്ടായത് പറമ്പിൽ. ഇത് മാറ്റി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നല്ല അടിപൊളി തക്കാളി ഉണ്ടോ. അങ്ങനെ ഇതാ കിച്ചണിൽ മീൻ കറിയൊക്കെ ഇതാ തിളയ്ക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കഞ്ഞി കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നമ്മളതിൽ അരപ്പെല്ലാം അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചല്ലോ, ആ സംഭവങ്ങളെല്ലാം ഇതാ അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഞ്ഞിയിൽ വീട്ടിയിട്ട് കടുക് വറുത്തെടുക്കണം, താളിച്ചെടുക്കണം. പിന്നെ ഇതാ നമ്മളാ കിച്ചൺ എല്ലാ ജോലിയും കഴിഞ്ഞ് ഫുള്ള് ഒതുക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഫുള്ള് ക്ലീൻ ചെയ്ത്. അപ്പോൾ നമ്മളെ കിച്ചണിലെ ടിന്നുകളൊക്കെ എല്ലാം ഞാൻ മാറ്റി. ഒരുപാട് ടിന്നുകൾ പഴയതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റി, മസാല ടിന്നുകളും എല്ലാം മാറ്റി. ഇപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞ് ഫുള്ള് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉള്ള ജോലി, കുറച്ച് ജോലി മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്ത് ഇതാ നമ്മളെ ഇഫ്താറിൻ്റെ ടൈം ആവായി. അപ്പം ഞാൻ പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് പുഡിങ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് പിന്നീട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം പുഡിങ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ മിൽക്ക് മെയ്ഡുണ്ട്, പാല്, ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റിൻ്റെ സിറപ്പ്. അപ്പോൾ ഇത് ഒരു ശകലം ഒന്ന് ഒഴിച്ചു കൊടുക്കണം പാലിലേക്ക്. അതായത് ഒരു ഡ്രോപ്സ് അല്ലെങ്കിൽ 2 ഡ്രോപ്സ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ചോക്ലേറ്റിന് ഒരു ഫ്ലേവർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ എന്താ പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇതിൻ്റെ ഫ്ലേവർ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, അപ്പോൾ അതും കുറച്ചൊന്ന് കലക്കി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ല കട്ടിയായി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് പാലും കൂടി ഇതിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് പാലും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പം എന്താ റെഡി ആയിട്ടുണ്ട്, നല്ല കട്ടിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്കിത് പുഡിങ് ഉണ്ടാക്കാം. അപ്പോൾ ബ്രെഡ് ഞാൻ ഓൾറെഡി ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് മിൽക്ക് മെയ്ഡ്. അപ്പോൾ നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു പാലിൽ. അപ്പോൾ മധുരം കുറവാണോ എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ വീണ്ടും കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് എടുത്തത്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ മിൽക്ക് മെയ്ഡും പാലും പിന്നെ അതുപോലെ തന്നെ എന്താണ് ചോക്ലേറ്റിൻ്റെ സിറപ്പ് അതൊരു ഡ്രോപ്സ് അതും ഒഴിച്ച്, പിന്നെ കസ്റ്റാർഡ് പൗഡറും നമുക്ക് പാലിൽ കലക്കി നന്നായിട്ട് ഒഴിച്ചിട്ട്, ഞാൻ നേരത്തെ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ എല്ലാം വിശദമായിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് പിന്നെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അത് എല്ലാം കൂടിയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഓഫ് ചെയ്യണം. അങ്ങനെ നമ്മളിതാ പുഡിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി 2-3 ലെയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയിരിക്കുന്ന സംഭവം കൂടി എടുത്ത് അതിലേക്ക് ഒഴിക്കണം. ആ കളർ ഒരു ചേഞ്ച് വന്നേക്കുന്നത് നമ്മൾ ആ ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഒന്ന് ഒഴിച്ചത് കൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്ലേവർ ഒഴിച്ചത് കൊണ്ടിട്ടാണ് കളർ ചേഞ്ച് വന്നില്ലെങ്കിൽ നല്ല മഞ്ഞ കളറിൽ യെല്ലോ കളറിലായിട്ട് ഇരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഒഴിച്ച് എല്ലാം സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ട് ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഫ്രീസറിൽ വെക്കണം. അപ്പോൾ നന്നായിട്ട് തണുത്ത് വരും. ആ തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ പീസാക്കിയോ അല്ലെങ്കിൽ സ്പൂണിന് കോരിയൊക്കെ കഴിക്കാം. അപ്പോൾ എനിക്ക് പുഡിംഗ് ട്രേ ഇല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഇങ്ങനെ എന്താണ് കേക്ക് ടിന്നിലേക്കാണ് വെക്കുന്നത്. അപ്പോൾ ഇൻഷാല്ലാ എന്തായാലും ഒരു പുഡിംഗ് ട്രേ വാങ്ങിക്കണം. അപ്പം ഞാൻ തൽക്കാലം ഞാനിങ്ങനെ ടിന്നിൽ ഇതുപോലെ കേക്ക് ടിന്നിലും അതിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. മക്കൾക്ക് അത്യാവശ്യത്തിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് എന്താണ് ഡ്യൂട്ടി ഫ്രൂട്ടി അതുകൂടി ഒന്ന് ഇതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേഷൻ ചെയ്ത് ഒന്ന് ഇട്ട് കൊടുക്കാം. അതായത് ഒന്ന് വിതറി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ചുവന്ന റെഡ് കളറാണ്. അപ്പോൾ കാണാനും നല്ലൊരു ഭംഗിയുണ്ട്. അപ്പം നമുക്ക് അതും കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം.
അങ്ങനെ നമ്മുടെ ഡ്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രീസറിലേക്ക് വയ്ക്കാം. പിന്നെ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ച് മാംസം, അതായത് ചിക്കൻ്റെ പീസ് മാംസം മാത്രം എല്ലില്ലാണ്ട് കുറച്ചെടുത്ത് വെച്ചേക്കുവാണ് കേട്ടോ. ഇത് സംഭവം കഞ്ഞി എടുത്ത് മാറ്റി വെച്ചേക്കുവാണ് കുറച്ച്. പിന്നെ ഇതിപ്പോൾ നമ്മൾ അതായത് ചിക്കൻ പത്തിരി, ഇറച്ചിപ്പത്തിരിയും പിന്നെ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കണം. പിന്നെ നമുക്ക് ചിക്കൻ ഇതുണ്ടാക്കണം, സമൂസ ഉണ്ടാക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്ത് വേവിച്ചെടുക്കുവാണ് ചിക്കൻ. പിന്നെ ഇതാ നമ്മൾ ഇറച്ചിക്കറി ഉണ്ടാക്കുന്നുണ്ട്, ചിക്കൻ കറി. അപ്പം ഇന്ന് ചിക്കൻ കറിയും പിന്നെ പാലപ്പവും കൂടിയാണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൂടി ഉണ്ടാക്കണം. അപ്പോൾ അത് നൈറ്റാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ കറി ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെക്കും. പിന്നെ മറ്റത് നമ്മൾ കിടക്കാൻ നേരത്തെ ആ ഒരു ടൈമിൽ കഴിച്ചിട്ട് കിടക്കും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് പാലപ്പം ഉണ്ടാക്കുന്നത് ഇപ്പോൾ കാണിക്കാത്തത്. പിന്നെ അതാ നമുക്ക് സമൂസ എന്തായാലും മടക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് ഓയിൽ തീർന്നു കേട്ടോ. അപ്പം സൺഫ്ലവർ ഓയിൽ. അപ്പോൾ ഇനി സമൂസയും മടക്കിയെടുക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചിക്കൻ പത്തിരി ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ സംഭവം അതെങ്ങനെയാണെന്നുള്ളത് എനിക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടിട്ടാണ് എൻ്റെ ബോട്ടിൽ ഒഴിഞ്ഞിരുന്നു, അപ്പോൾ ഞാൻ പൊട്ടിച്ചൊഴിച്ചത്. അങ്ങനെ നമ്മളിതാ സൺഫ്ലവർ ഓയിലൊക്കെ ബോട്ടിലേക്ക് ആക്കി. ഇനി നമുക്ക് ചിക്കൻ പത്തിരി, അതായത് ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാനുള്ള നോക്കാം. അപ്പോൾ മുട്ട ഉണ്ട്, മൈദമാവുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമുക്ക് എന്തായാലും മിക്സിയുടെ ജാറൊന്ന് കഴുകി എടുത്തോട്ട് വരാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം അതിലേക്ക്. അങ്ങനെ നമ്മൾ മിക്സിയുടെ ജാർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് മൈദാമാവ് 1 കപ്പ് തട്ടിയിട്ടുണ്ട്. ഒരു ബൗളിൽ നിറയാൻ എടുത്തേക്കുന്നത്. പിന്നെ അങ്ങനെ മൈദാമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇടാം. അതായത് കുറച്ച് മതി ഉപ്പ്. അപ്പം അതിൻ്റെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് നോമ്പായതുകൊണ്ട് ഉപ്പൊന്നും നോക്കാനൊന്നിനും പറ്റത്തില്ല. അതുകൊണ്ട് ഒരു ആവറേജ് കണക്കിന് ഇടുകയാണ് ചെയ്യുന്നത് ഉപ്പ്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഒരു മുട്ട മതി. നമുക്ക് കൂടുതൽ മുട്ട വേണമെങ്കിൽ കൂടുതൽ മുട്ട എടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു കൊട്ട് കൊടുത്ത് മുട്ട പൊട്ടിച്ചു. അപ്പോൾ അത് ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ശകലം ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനത് വിട്ടുപോയി കേട്ടോ, പിന്നെയാണ് ഓർക്കുന്നത്. അങ്ങനെ ഇതാ വീണ്ടും രണ്ടാമത് കൊണ്ടുവന്നിട്ട് വീണ്ടും ഒന്നും കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സംഭവം ഞാൻ വിട്ടുപോയി അത് ഒഴിക്കാനായിട്ട്. ഒരു ശകലം 1 സ്പൂൺ ഒഴിച്ചാൽ മതി. അങ്ങനെ അതും കൂടി ഒഴിച്ച് നമ്മളിതതിനെ നമുക്കിത് മിക്സി അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ ഇപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, കുറച്ച് മതി. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണാം. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ വേവിച്ചിട്ട് അത് ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ചിക്കൻ സമൂസ ഉണ്ടാക്കണം, പിന്നെ ഇതുപോലെ ഇറച്ചിപ്പത്തിരി ഇടണമല്ലോ. അങ്ങനെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വേവിച്ചിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചെറുതായിട്ട് പൊടിഞ്ഞ് കിട്ടും. പിന്നെ മല്ലിയിലയും പച്ചമുളകും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മളെ ചിക്കൻ പത്തിരി, അതായത് ഇറച്ചിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. സംഭവം എന്താണെന്നുള്ളത് ഞാനൊക്കെ കാണിച്ചു തരാം. എനിക്കപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതായത് മാവ് ഒഴിച്ചിട്ട് ഞാൻ ഇതൊക്കെ ഇടുന്ന ടൈമിൽ എൻ്റെ ഫോൺ ഓഫായി പോയി. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ സമൂസ ഉണ്ടാക്കിയിട്ട് പോകണം. അപ്പോൾ സമൂസ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളതിൽ വെജിറ്റബിളും ചിക്കനും വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ 2 ഐറ്റം വെജിറ്റബിൾ സമൂസയും ചിക്കൻ സമൂസയും ഉണ്ടാക്കാൻ പോകണം. അപ്പം എല്ലാവർക്കും അറിയാം ഇത് മടക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും അതായത് ചിക്കൻ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ പത്തിരി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത് സമൂസയും കൂടി ആക്കാം. ഓക്കെ. അപ്പോൾ 2 ഐറ്റം മസാല ഉണ്ട്. അതായത് ഒന്ന് ചിക്കനും ഒന്ന് വെജിറ്റബിളും. അപ്പോൾ രണ്ടും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്.
അങ്ങനെ ഗൈസ് നമ്മുടെ സമൂസ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. വെജിറ്റബിൾ സമൂസയും ചിക്കൻ സമൂസയും ഇപ്പോൾ കുറച്ച് മതി. അപ്പോൾ അതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഇറച്ചിപ്പത്തിരിയൊക്കെ റെഡിയായി. അപ്പോൾ ഇഫ്താറിൻ്റെ ബാങ്ക് എടുക്കുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ആ പുഡിങ് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ അവിൽ മിൽക്കാണ് കേട്ടോ ഇത്. അതായത് പഴവും പാലും കൂടി അടിച്ച് ഐസ്ക്രീമൊക്കെ ഇട്ട് അവിലും കൂടി ഇട്ടതാണ്. അപ്പോൾ അത് റെസിപ്പി നിങ്ങൾക്ക് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം. അങ്ങനെ അവിൽ മിൽക്കും റെഡി ആക്കിയിട്ടുണ്ട്. സമൂസ, പത്തിരി, ഫ്രൂട്ട്സ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാങ്ക് എടുക്കണം, ഇതൊക്കെ ഒന്ന് കഴിക്കണം. അത് പിന്നെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്, പൈനാപ്പിൾ ജ്യൂസ്, ചായ. അപ്പോൾ ഗൈസ് നമ്മുടെ നോമ്പ് ഇന്ന് 3 അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.